ഒരു MLA, ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത്? സാധാരണഗതിയിൽ MLA മാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ഒരു ഗവൺമെന്റ് UP സ്കൂളിൽ അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുന്നു എന്ന് ആരോ വിളിച്ചു പറയുന്നു. അങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇയാൾ നേരിട്ട് പോവുകയാണ്, നേരിട്ട് അവിടെ പോയിട്ട് ബന്ധപ്പെടുകയാണോ ചെയ്യുന്നത്? അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ആരെങ്കിലും അവിടെ സെക്രട്ടറിയെ വിളിച്ചല്ലോ, പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചിട്ട് ആരായണ്ടേ എങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? അവിടെ സ്കൂളിൽ ഇപ്പം നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരു സൈഡുകളിലും വെള്ളക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ സ്കൂളിനകത്തും വെള്ളം കയറുന്നത്. ആ ഒരു സാഹചര്യം വന്ന സാഹചര്യപ്പോഴാണ് അവിടെ അത് പൊളിച്ച് മാറ്റിയിട്ട് വേറെ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ അവർ തീരുമാനിച്ചത്. PTA എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരാ മണ്ണെടുത്തോണ്ട് പോയോ? ആരെങ്കിലും അനധികൃതമായി മണ്ണെടുത്തോണ്ട് പോയോ? അങ്ങനെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കോൺഗ്രസ്സുകാരെ വിളിച്ചുകൊണ്ട് നേരെ അവിടെ ചെല്ലുക. ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ PTA ആൾക്കാർ മറ്റുള്ള കൂടുമല്ലോ. അവർ കൂടുമ്പോൾ അവരോട് തട്ടിക്കയറുകയാണ്. ആ തട്ടിക്കയറിന്റെ ഫലമായിട്ടല്ലേ CPM-ന്റെ പ്രവർത്തകർ അവിടെ ചെന്നവരെ കോൺഗ്രസ്സുകാർ തല്ലി. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലേ തല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തല്ലിയത് മാത്രമല്ല, കള്ളക്കേസ് എടുത്തിരിക്കുന്നു. കള്ളക്കേസെടുത്ത് പ്രശാന്ത് കുട്ടിയുടെ പേര് കള്ളക്കേസെടുത്ത് ആയിക്കോട്ടെ, അയാൾ CPM ആണല്ലോ, CPI കൊണ്ട് ആയിക്കോട്ടെ, പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഇത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അയാളെ തല്ലാൻ വന്നവനെ അയാൾ തല്ലിയിട്ടുണ്ടാകും, ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെയാണല്ലോ കമ്മ്യൂണിറ്റിക്കാരനാണല്ലോ, തല്ലാൻ വന്നു കഴിഞ്ഞാൽ തല്ലി കൊണ്ടിട്ട് പോരുമല്ലോ, തല്ലിയിട്ടുണ്ടാകും, തിരിച്ചു തല്ലും കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവിടുത്തെ പാവപ്പെട്ട ടീച്ചർമാര്, അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ടീച്ചർമാരെ, ആ ടീച്ചർമാരെ ഇയാള് വിളിച്ചു പറഞ്ഞിട്ട് കള്ളക്കേസ് പിടിക്കുക. എന്ത് മര്യാദകളാണ്? അവിടെ പഠിപ്പിക്കാൻ വന്ന 2 അധ്യാപകർ, അവരിനകത്ത് വല്ല പങ്കുണ്ടോ? അവരിനകത്ത് എന്തെങ്കിലും ഭാഗമായി നിന്നിട്ടുണ്ടോ? അവര് സംഭവം കണ്ടപ്പോ അവരെ ഓടി വന്ന് ക്ലാസ്സിൽ ട്യൂഷനുള്ളവർ അവര് പ്രശ്നം ഓടി വന്നു. അതല്ലാണ്ട് അവരെന്താ ചെയ്തത്? അവര് 2 പേരും പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസിട്ടിരിക്കുക. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നമ്മുടെ പോലീസുകാരെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ പറയും, ഇത് മര്യാദ പണി കാണിക്കരുത്. MLA ആര് പറഞ്ഞാലും ശരി, ഇതുമാതിരിയുള്ള ആൾക്കാരുടെ പേരിൽ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാണല്ലോ, കള്ളക്കേസ് എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേരെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, കൈകാര്യം ചെയ്യും, ഉറപ്പാണ്. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. അവിടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വിരോധം വെച്ചോണ്ട് PTA പ്രസിഡന്റ് പേര് നിങ്ങളെടുത്തോ കേസെടുക്കില്ല. അധ്യാപകരുടെ പേര് എന്തിനാ കേസെടുക്കുന്നത്? ഇതാണ് ഒരു MLA-യുടെ പണി. ഇങ്ങനെയാണോ ഒരു MLA എന്ന് പ്രവർത്തിക്കുന്നത്? നേരത്തെ ഒരുപാട് MLA-മാരെ കണ്ടു. തന്നെ MLA ആയിട്ട് ഇവിടെ പ്രവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇന്നില്ലല്ലോ. ഇപ്പോഴെന്തായി സംഭവിച്ചേ? അപ്പൊ UDF-ന്റെ ആളായി മാറുക, UDF-ഉം BJP-യുടെ ആളായി മാറി അവർക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യുക. അവരെയും കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നത്. അവിടുത്തെ കോൺഗ്രസ്സുകാരൻ ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് ഈ CPM പ്രവർത്തകരെ കൈപൊക്കിയെന്ന് പറഞ്ഞാൽ, കൈപൊക്കിയവന്റെ വിവരം എന്താണെന്നൊക്കെ അവനെ ശരി കിട്ടിയിട്ടുണ്ട്, സംഗതിയായിട്ടുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ പൊക്കാവും. ഇയാൾ കൊണ്ടുപോയ ആളല്ലേ, ഇയാൾ അവിടെ വെച്ചാൽ തടയണ്ടേ, തടസ്സപ്പെടുത്തണ്ടേ എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്താ, നമ്മുടെ CPM-കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇയാൾ അവിടെ ചെന്നുകൊണ്ടാണല്ലോ ഇവര് വന്നത്. ഇയാൾ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ടല്ലേ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റുള്ളവരെല്ലാം അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ വളരെ മോശപ്പെട്ട രൂപത്തിൽ അവരോട് പെരുമാറുന്നത്. ഇങ്ങനെയാണോ പെരുമാറുന്നത്? അങ്ങനെ പെരുമാറിയതിന്റെ അടിസ്ഥാനത്തല്ലേ ചോദ്യം പറഞ്ഞിട്ടുണ്ടാകുന്നത്, തർക്കം ഉണ്ടാകുന്നത്, ഇത് ചെയ്യുന്നത്. ഇങ്ങനെ തർക്കം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണോ MLA-യുടെ പണി? ആണോ ഇത് ചെയ്യേണ്ടത്? MLA-യുടെ പണി ഇതാണോ? അപ്പൊ ഈ CPM-നെ തള്ളി പറഞ്ഞ്, ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തള്ളി പറഞ്ഞ് അപ്പുറത്ത് പോയി UDF-ന്റെയും BJP-യുടെയും വോട്ട് നേടി വിജയിച്ച് MLA ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തു ആകാവുന്നതാണ്? ഇത് തോന്നിയവസാകാവുന്നതാണ്. അത് ശരിയാകില്ല. അവരുടെ എല്ലാം തന്നെ അംഗീകാരം മേടിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവന്റെ പേരെ CPM-ന്റെ പേരെ എന്തിനാ തട്ടിക്കയറുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? CPM-ന്റെ മുഴുവൻ നേതാക്കന്മാരും മോശക്കാര്, അവരെല്ലാം വലിയ കുഴപ്പക്കാര്. അദ്ദേഹം കടത്തിന്റെ ഏതെക്കാലം കാര്യത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുകയാണ് CPM-ന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ. ഇയാൾ വർഗവഞ്ചകനാണ് എന്നുള്ളത് ആർക്കാണ് അറിയപ്പെടുന്നത്? ഇങ്ങനെ പണി ചെയ്യുന്നവരല്ലേ വർഗവഞ്ചകൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ഒരു വർഗത്തിന്റെ ഭാഗമായി
നിന്ന് വർഗപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആള് ആ വർഗപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് വർഗവഞ്ചകരായിട്ടുള്ളവരുടെ കൂടാരത്തിൽ പോയി ചേർന്ന് അവരുമായി ചേർന്ന് വർഗപ്രസ്ഥാനത്തിനെതിരായി മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളിനെയല്ലേ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത്? ഇയാൾ യഥാർത്ഥ വർഗവഞ്ചകനല്ലേ? ആ വർഗവഞ്ചകന് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് എന്താ പറയുന്നത്? ഇയാൾ ആരാണ് ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പറയുക? ഇതൊരു ദൗർബല്യമായി കാണരുത്, ദൗർബല്യമായി കാണരുത്. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാഷ്മർ നടന്ന ഈ അമ്പലപ്പുഴയുടെ പാരമ്പര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ MLA ആണ് എന്തോന്നൊന്നും ആരും നോക്കത്തില്ല. അവര് ആൾക്കാർ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല. ഇതുമാതിരി വളരെ മോശപ്പെട്ട രൂപത്തിലേക്കുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA എന്ന രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇവിടെ ആരും തടസ്സമല്ല. പ്രവർത്തിക്കുക MLA ജയിച്ച് ജനങ്ങൾ ജയിപ്പിച്ചല്ലേ MLA എന്ന രൂപത്തിൽ പ്രവർത്തനം നടത്താം. MLA യുടെ പ്രവർത്തനം ഇതാണോ? MLA യുടെ പ്രവർത്തനം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തുകയല്ലേ MLA യുടെ പ്രവർത്തനം. ഇവിടെ വന്നിട്ട് SCPM-നെതിരെ വെക്കിട്ട് കയറുക, CPM പ്രവർത്തകരെ ആക്ഷേപിക്കുക, CPM നേതാക്കന്മാരെ ആക്ഷേപിക്കുക, CPM-ന്റെ മുഴുവൻ പ്രവർത്തകരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നുള്ളത് പറയുക. ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എവിടെ ക്ഷമിക്കാവുന്നതിന് പരമാവധി ഞങ്ങൾ ക്ഷമിക്കല്ലേ? ആവശ്യമില്ലാത്ത തരത്തിലുള്ള പണി നിർത്ത്. നിങ്ങൾ നേടിയല്ലോ, നിങ്ങൾ ഞങ്ങളെ തള്ളി പറഞ്ഞ് അവിടെ പോയി BJP-യുടെ വോട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ട് ചെയ്തിട്ടാണല്ലോ UDF ജയിച്ചത്. ആ 30 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അമ്പലപ്പുഴ മണ്ഡലമാണ്. ആ അമ്പലപ്പുഴ മണ്ഡലത്തിലും BJP-ക്കാരൻ നേരെ അപ്പുറത്ത് വോട്ട് ചെയ്ത് സുധാകരൻ വോട്ട് ചെയ്തിട്ടാണ് സുധാകരൻ ജയിച്ചത്. BJP-യുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന ആളാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ BJP-യുടെ അതാണ് മറ്റുള്ളവരെക്കാൾ വ്യത്യാസം എന്താ? BJP-യുടെയും കോൺഗ്രസിന്റെയും വോട്ട് ഒരേപോലെ മേടിച്ച് ജയിക്കുക. അങ്ങനെ ജയിച്ച ആള് സ്വാഭാവികമായിട്ടും വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുക. ആ സമീപനം പാടില്ല, ഇത് അവസാനിപ്പിക്കണം. CPM-ന് നേരെ നടത്തുന്ന ഈ വെക്കിട്ട് ഏർപ്പാടുള്ളത് അത് അവസാനിപ്പിക്കുന്നതാണ് എത്രയും നല്ലത്. ഇവിടെ സ്വാഗത പ്രവർത്തകൻ പറഞ്ഞ പോലെ ആ രൂപത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, ഇതുമാതിരിയുള്ള പണി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ജനങ്ങളും ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പരമാവധി ക്ഷമിക്കും. ആ ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വിട്ടുപോകും. ആര് നിയന്ത്രിച്ചാൽ നിൽക്കാതെ നിയന്ത്രണം വിട്ടുപോകും. അതൊക്കെ സംഭവിക്കും. അതിലേക്ക് സാഹചര്യം ഒരുക്കാതെ മര്യാദയ്ക്ക് സാക്ഷ്യ പ്രവർത്തനം നടത്തുക, മര്യാദയ്ക്ക് MLA പ്രവർത്തനം നടത്തുക. യാതൊരു പ്രശ്നമില്ല. അതിനൊന്നും തടസ്സം ഞങ്ങൾ ആരും നിൽക്കുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചല്ലേ അതനുസരിച്ച് ചെയ്തുകൊള്ളുക. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ തിരുത്തുന്നുണ്ട്. തിരുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 10 മടങ്ങ് ശക്തിയോടുകൂടി അതിവേഗം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളെപ്പോലുള്ള ഏതാനും ആൾക്കാർ തീരുമാനിച്ചാൽ ഒന്ന് തകർക്കാൻ കഴിയുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ഈ പണി അവസാനിപ്പിക്കണം. ഈ അധ്യാപകരുടെ പേരിലെടുത്തുള്ള കള്ളക്കേസ്, ആ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് നിങ്ങൾ തന്നെ ആവശ്യപ്പെടണം. പോലീസോട് ആവശ്യപ്പെടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ കള്ളക്കേസ് എടുത്തത്. ആ കള്ളക്കേസ് 2 അധ്യാപകർക്ക് വരെ കള്ളക്കേസ് എടുത്തതിനെ സംബന്ധിച്ച് ഗൗരവമായ പ്രശ്നമാവും. വലിയ ജനകീയ സമരം പ്രതിഷേധം ഇവിടെ ഉയർന്നു ഇനി അത് വലിയ രൂപത്തിലേക്ക് മാറും. അങ്ങനെ മാറാതെ അടിയന്തരമായിട്ട് ഈ ടീച്ചർമാർക്കെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസ് അടിയന്തരമായി പിൻവലിക്കണം. CPM-ന്റെ പ്രവർത്തകരെ ഇങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ആക്രമിക്കാമെന്നും കീഴ്പ്പെടുത്താമെന്നും എന്ന് കരുതരുത്.